എന്തുവാ എന്നെ പറ്റി കഥ പറയാന്ന് പറഞ്ഞേ? അല്ല, കഥ എന്ന് പറഞ്ഞാ എനിക്ക് അതിന്റെ ഫുൾ കഥ അറിഞ്ഞൂടാ. എനിക്കൊന്ന് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സിദ്ദിഖ് ലാൽ ഷോ ഉണ്ടായിരുന്നു. സിദ്ദിഖ് ലാൽ, മമ്മൂക്ക, നെടുമുടി വേണു, ആനി, ജഗദീഷ്, കൊച്ചിൻ അനീഫ, സുകുമാരി ചേച്ചി, വാണി വിശ്വനാഥ്, എല്ലാരും ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ കുറെ എല്ലാം ഗംഭീരമായ പരിപാടികളായിരുന്നു, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ 3 പേരും കൂടെ, ഞാനും ശ്രീനിവാസനും ആനിയും കൂടെ ഒരു പാരലൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. എന്റെ ലൈഫിൽ ഇത്രയും ഹിലേറിയസ് ആയിട്ട്, അതായത് ആൾക്കാര് ഇത്രയും പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മള് ഒരു വിസ പരിപാടി പ്രോബ്ലം വന്നു. അപ്പം വിസ പ്രോബ്ലം വന്നിട്ട് കൂടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ചു വരണം. അപ്പൊ ആനിയുടെ അങ്കിളാണോ അച്ഛനാണോ, അച്ഛൻ തിരിച്ചു പോകണം, തിരിച്ചു പോയിട്ട് തിരിച്ചു വരണം. പെട്ടെന്ന് ഞങ്ങള് അതുവരെ ആനിയാണ് ഹീറോയിൻ, പിന്നെ ആനിക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ആനി പെട്ടെന്നൊരു ഒരു എന്താ പറയുക, വെള്ളിടി പോലൊരു ന്യൂസ് വരികയാണ്, ആനി വരുന്നില്ല, ആനി കല്യാണം കഴിച്ചു ഷാജി കൈലാസിനെ. അതുകൊണ്ട് അപ്പൊ ആനിയുടെ ഭാഗത്തുള്ളൊരു ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി തിരിച്ചു വരും എന്നുള്ള ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാരും കൂടെ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇനിയും 3-4 പ്രോഗ്രാം ഉണ്ട്, എന്ത് ചെയ്യണം, ആനിയുടെ റോൾ ആനിക്കല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ടെൻഷനായി. ആനി ആർക്കും ഫോൺ കിട്ടുന്നില്ല, ആനിയുടെ വീട്ടിൽ ചെന്നിട്ട് കാണുന്നില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ മമ്മൂക്കയും ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പൊ ആനി ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പൊ വരാതിരിക്കത്തില്ല. അപ്പൊ ആരോ പറഞ്ഞു ആനി വരത്തില്ല, അപ്പൊ ആനിക്ക് പകരം ആരെങ്കിലും കണ്ടുപിടിക്കും, വന്നിട്ട് നമുക്ക് 1 ദിവസം 2 ദിവസം കൊണ്ട് റിഹേഴ്സൽ കൊടുത്ത് നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആനിക്ക് പകരം ഇവിടുന്ന് ആരോ കയറ്റിവിട്ടു. അപ്പൊ ഞാനും ശ്രീനിയേട്ടനും ശ്രീനിവാസനും കൂടെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ പോയിട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടി അവിടുന്ന് തന്നെ കാറിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. കാറിൽ നിന്നിട്ട് ഈ പാരൽ കോളേജിന്റെ കാര്യങ്ങളൊക്കെ പറയാം, അതിന്റെ ഡയലോഗ് ഇതൊക്കെയാണ്, ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം, കുറച്ച് ധൈര്യം കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് നടന്നു വരുന്നു. അപ്പോൾ ഇതാണ് ആനിക്ക് പകരം. ഞാൻ പറഞ്ഞു ആനിക്ക് പകരല്ല, ആനിക്ക് പകരാര്, ഇതാണ് ഒരാളെ ഉള്ളു, ആനിക്ക് പകരം ഇദ്ദേഹമാണ് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ശ്രീനിവാസനോട് നോക്കിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാറിൽ കയറി. അപ്പം പിന്നെ ഡെഡ് സൈലൻസ് ആണ്, കാറിലൊന്നും ഒരു സംസാരം. എനിക്ക് പകരം വന്ന ആളിനെ ഞങ്ങൾ ബാക്കിൽ കയറ്റി, ഞാൻ ഫ്രണ്ടിലും ശ്രീനിവാസൻ സൈഡിലും ഇരുന്നിട്ട് ഹോട്ടലിൽ വന്നു, ലണ്ടൻ ക്രൗൺ ഹോട്ടലിൽ വന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഓടിച്ചെന്നിട്ട് വന്നിട്ടുണ്ട്. ആരാ ആനിയുടെ ഭാഗം കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ കയറി വരും, മമ്മൂക്കയും കൂടെ ചേർന്നിട്ടൊക്കെ ഒന്ന് പഠിപ്പിക്കണം. നീ ആരൊക്കെ കാണാൻ പോകുന്നപ്പോഴുമില്ല, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. എന്തായാലും ഗംഭീരമായിരിക്കും, നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും ഒന്ന് ഞെട്ടും ആ തരത്തില്. അപ്പൊ അബുദാബിയിലാണ് അടുത്ത പ്രോഗ്രാം. അപ്പൊ അബുദാബിക്കാരൊന്നും ജീവിതത്തിൽ മറക്കത്തില്ല, ആനി പോയത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഥ തുറന്നു കയറി വരുന്നു. അതിന്റെ ഇടയിൽ കൂടെ വന്ന ആളുടെ ഇടയിൽ കൂടെ ആനിയുടെ വന്ന ആളിനെ നോക്കുക മമ്മൂക്ക. ഞാൻ പറഞ്ഞു ഇത് തന്നെ ഓടാ, ഞാൻ പറഞ്ഞു ഇത് തന്നെ ഭീമൻ രഘുവാണ് ആനിക്ക് പകരം കയറ്റി വിട്ടത്. അപ്പൊ അവിടുന്ന് ആൾക്കാർ പറയുന്നത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടുമോ? പിന്നെ ഭീമൻ രഘു ആണെങ്കിൽ വിസയുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ തയ്യാറാണ്. മമ്മൂക്കൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ ഈ പറയുന്നത്, ഭീമൻ രഘു? ഞാൻ പറഞ്ഞു ഭീമൻ രഘു അല്ലാതെ വേറെ ആരും ഇല്ല. പക്ഷെ മമ്മൂക്ക, ഞാൻ ഈ കാറിലിരുന്നൊക്കെ ഞാനിങ്ങനെ സൈഡ് നോക്കുമ്പോ ചില ഭാഗങ്ങൾ ആനിയുടെ കണക്കുണ്ട്. ഇതുപോലെ മമ്മൂക്ക ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതിനെക്കാട്ടി അടിച്ചെന്നെ അടിച്ച് റെഡിയായി കളയുന്നു. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങള് എനിക്കൊന്ന് ആ റോള് പിന്നെ വേറെ വാണി വിശ്വാസോ അല്ലെങ്കിൽ അത് സീതയൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയോ പ്രിയാരാമനുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുൾ സെറ്റിലായി. ഒരു അവിസ്മരണീയമായി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫിഗർ ആയി പോയി. വലിയ കാര്യത്തില് കാറിലിരുന്ന് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു പോയതാ. ഡെഡ് സൈലന്റ്, ഒരു അനക്കവും ഇല്ല.